പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെ ഇയാൾ താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോയെ 3 മണി സമയത്ത് ഞങ്ങളുടെ മേൽ അനന്തമായ നിന്റെ കരുണ ചൊരിഞ്ഞ സമയം നിന്റെ സ്നേഹത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ കരുണയിൽ പൂർണ്ണമായ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളിലാരും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുവാൻ നീ ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹം, പാപികളായിരിക്കെ, ബലഹീനരായിരിക്കെ, പാപം മൂലം ദൈവവുമായ ശത്രുതയിലായിരിക്കെ ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായി മനുഷ്യനായി അവതരിച്ച് നിന്റെ സ്നേഹം കാൽവരിയോളം എത്തി. ഈശോയെ, നിന്റെ സ്നേഹവും കാരുണ്യവും അനുസ്മരിച്ചുകൊണ്ട് ഈ നിമിഷം നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനെയും ഞങ്ങളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കർത്താവേ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ കരുണ ചൊരിയണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു വലിയ കരുണയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും അപ്രകാരം ദൈവത്തിൻ്റെ ആ വലിയ സ്വഭാവമായ കരുണയുടെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്ന സമയമാണിത്. കൃപയുടെ സമയം, കർത്താവിൻ്റെ കാരുണ്യത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും നമ്മളെ സഹായിക്കണം, എല്ലാവരും നമ്മളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറണം, നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, നമ്മളെ വേദനിപ്പിക്കാതെ ഏറ്റവും സ്നേഹത്തോടെ സൗമ്യതയോടെയൊക്കെ എല്ലാവരും പെരുമാറണമെന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതേ സമയത്ത് നമുക്ക് ഒത്തിരിയേറെ മുറിവുകളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എല്ലാവരാലും നമ്മൾ തഴയപ്പെടുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴുമാണ്. ഒത്തിരിയേറെ ആളുകളുടെ പ്രശ്നം അവരെന്നെ മൈൻഡ് ചെയ്തില്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നോട് അവർ സ്നേഹം കാണിച്ചില്ല, അല്ലെങ്കിൽ അവരെന്നെ മാനിച്ചില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷമമായ തീരാതെ ക്ഷമിക്കാൻ പോലും പറ്റാത്ത വലിയ കാര്യമായി നമ്മൾ ചിലപ്പോൾ കൊണ്ടു നടക്കാറുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്ന ഈശോയെ കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ തുടർന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും അതുപോലെ പ്രബോധനങ്ങളിലൂടെയൊക്കെ എല്ലാവരും ആ ഈശോയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈശോയുടെ ആ ഒരു പ്രബോധനങ്ങളൊക്കെ കേട്ട് അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രമാത്രം ഒരു വലിയ ജ്ഞാനമൊക്കെ ഇവന് കിട്ടിയത്? അതുപോലെ അത്ഭുത പ്രവർത്തികൾ, ഈശോയെ ഒന്ന് തൊടണം, വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖപ്പെടും എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടെ രക്തസ്രാവക്കാരി ഈശോയുടെ വസ്ത്രത്തിൽ തൊടുന്നുണ്ട്. ഈശോ പോലും അറിയാതെ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുത്ത
ആ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും വചനത്തിൽ. ജായിറോസ് അധികാരത്തിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്നവൻ തൻ്റെ മകൾക്ക് വേണ്ടി ഈശോയോട് യാചിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കൽ വരുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകൾ ഓരോ നിമിഷവും ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്ത ഈശോയുടെ കൂടെ കൂടുവാനും ഈശോയുടെ അനുചരന്മാരായി ഈശോ ശിഷ്യന്മാരായി നടക്കുവാനായിട്ട് ഒത്തിരിയേറെ ആളുകൾ ആഗ്രഹിക്കുകയും ഈശോയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു. വലിയ പരിവാരവുമൊക്കെ ആയിട്ട് ഈശോ സ്വന്തം ദേശത്ത് വന്ന് ഈശോയുടെ സ്വന്തം നാടാൻ നസ്രത്തിൽ വന്ന് ഈശോ സിനഗോഗിൽ വചനം പ്രസംഗിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഈശോയെ അവഗണിക്കുകയാണ്. അതായത് ഇവൻ നമ്മുടെ ഇടയിലുള്ളവനാണ്. ഇത്രമാത്രം വേദനയിലൂടെ അതുപോലെ ക്രിസ്തു ഈശോയിലുള്ള ആ ഒരു വലിയ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു ജനം. അതിൻ്റെ ഫലമായിട്ട് ഈശോയ്ക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുറച്ച് രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തിയ ഈശോ അവിടെ നിന്ന് പോയി എന്നവർ അത്രമാത്രം വിശ്വാസരാഹിത്യം ഈശോ അവിടെ കാണുകയാണ്. അപ്പോൾ അവിടെ അവഗണനയുടെ നടുവിൽ ഈശോ എടുത്ത തീരുമാനം അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത്. അത്രമാത്രം അവഗണന, അതായത് അത്രമാത്രം പോപ്പുലറായിട്ട് എല്ലാ കാര്യങ്ങളും അത്ര അത്ഭുത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈശോ തിരിച്ച് എൻ്റെ നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ ഇതുപോലെയുള്ള ഒരു അപമാനം കേൾക്കുമ്പോൾ പലപ്പോഴും ഈശോയുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളതുകൊണ്ട് എല്ലാ പരിപാടികളും നിർത്താൻ സാധ്യതയുണ്ട്. ഒത്തിരിയേറെ ആളുകളുടെ പ്രശ്നം ഒന്ന് തന്നെയാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല നമ്മുടെ ആത്മീയ ജീവിതമാണ്. നമ്മൾ ഇത്രയും നാളും ശക്തമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവഗണിക്കപ്പെട്ടു, ദൈവം പോലും എന്നോട് കരുണ കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന നമുക്ക് അനുഭവങ്ങൾ ഒത്തിരിയേറെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനഭാഗത്തിലൂടെ ഈശോ എടുക്കുന്ന തീരുമാനം വളരെ വ്യത്യസ്തമാണ്. ഈശോ എടുക്കുന്ന തീരുമാനം ഇതാണ്: എന്നെ അവഗണിച്ചാലും എൻ്റെ ദൗത്യം, പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കും. ഇവരെന്നെ അവഗണിച്ചു എന്നതുകൊണ്ട് ഞാൻ കരുണയില്ലാത്തവനാകുന്നില്ല, സ്നേഹമില്ലാത്തവനാകുന്നില്ല. ഈശോയുടെ തീരുമാനം അതാണ്. നസ്രത്തിൽ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അത്ഭുത പ്രവർത്തികളോ അല്ലെങ്കിൽ രോഗശാന്തിയോ നൽകുന്നില്ല, ഞാൻ ആരും ഒരു കാര്യവും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നടക്കുന്ന ഈശോയല്ല. എല്ലായിടത്തും നന്മ ചെയ്ത് വീണ്ടും സ്നേഹത്തോടെ സൗമ്യതയോടെ ശാന്തതയോടെ തൻ്റെ അടുക്കിലേക്ക് വരുന്നവരെല്ലാം ആശ്വസിപ്പിച്ച് സ്വാന്തനപ്പെടുത്തി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഈശോയെ നമുക്ക് വീണ്ടും വചനത്തിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവം നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരിയേറെ മുറിവുകൾ അതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലെല്ലാം തീർന്നുപോയെന്നാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു വലിയ പാഠങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനെ തരണം ചെയ്യുവാനായിട്ടുള്ള കൃപ. നമുക്കറിയാം, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം പറയുന്നു, നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം, എന്തെന്നാൽ അവിടുത്തെ പ്രാഭവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യം. പലപ്പോഴും നമ്മുടെ മാനുഷികമായ ബലഹീനതകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ അതിൽ വേദനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ നമ്മുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ സമർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, വാക്കുമാറാത്തവൻ, ഒരു മാറ്റവും ഇല്ലാത്തവൻ, ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന സർവശക്തനായ ദൈവം നമ്മളോട് പറയും, മകനെ മകളെ നീ കരയേണ്ട, നിന്നോട് എനിക്ക് അചഞ്ചലമായ സ്നേഹമാണ്. ആരൊക്കെ നിന്നെ അവഗണിച്ചാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ബഹുമാനിക്കാതെ മാറ്റി നിർത്തിയാലും ഞാനുണ്ട് നിൻ്റെ കൂടെ. ഇതുപോലെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരായി മാറുന്നുണ്ട്. ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അവൻ്റെ ക്രിസ്തു തന്നെയാണ്, അവൻ്റെ ദൈവം. ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം അവനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവനെ കരകയറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ,
നീ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടതുപോലെ അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും സ്നേഹമില്ലാത്ത അവസ്ഥകളും ഒക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയുമ്പോൾ നീ ഏറ്റെടുത്ത ആ മനോഭാവത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. കരുണ ചൊരിയുന്ന ഒരവസരം പോലും നീ പാഴാക്കിയില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളും കരുണയുടെ ജീവിതങ്ങളാകാൻ ബലിയേക്കാൾ ശ്രേഷ്ഠമായത് കരുണയാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ അടിസ്ഥാന സ്വഭാവമായ കരുണയിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കൃപയുടെ സമയം നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് നിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായി, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, സ്നേഹത്തിൻ്റെ നിറകുടമായവൻ, കാരുണ്യത്തിൻ്റെ വലിയ കടലായ കർത്താവേ, നിന്നിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകം മുഴുവനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ലോകം മുഴുവനും ദൈവത്തിൻ്റെ രക്ഷാകര വലയത്തിലാണ്. ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വം ലോകം മുഴുവനും രക്ഷ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായി മാറും. ദിവ്യകാരണനാഥൻ്റെ ആശീർവാദത്തിനായിട്ടൊരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ കാരുണ്യത്തോടെ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും, വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, ഒത്തിരിയേറെ അവഗണനകളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, ഒത്തിരിയേറെ ആളുകളുടെ കുറ്റപ്പെടുത്തലിനൊക്കെ മനസ്സുമടുത്ത് വീണ്ടുപോയ നിമിഷങ്ങൾ ഒത്തിരിയേറെയുണ്ട്. ഈശോയെ, അതിനെയൊക്കെ അതിജീവിക്കുവാൻ വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മനോഭാവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. കരുണയോടെ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി അങ്ങനെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയെ, പൂർണ്ണമായി നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്നെ സ്തുതിച്ച് നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ, ഞങ്ങൾ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.